നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി വിദേശ ഫണ്ടിങ് ധാരാളമായി ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണം. പല NGOകളുടെയും ബേസിലാണ് അല്ലെങ്കിൽ പല NGOകൾക്കുമാണ് ഇത്തരം പണം എത്തുന്നത്. ആ പണം അല്ലെങ്കിൽ ആ പണം NGOകൾ കൈപ്പറ്റുന്നത് ഈ രാജ്യത്ത് സേവന പ്രവർത്തനങ്ങളും മറ്റും ചെയ്യാനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പല NGOകളും അത്തരം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല, മറിച്ച് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമായി കടിഞ്ഞാണിടുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി ഓരോ ചുവടും വെക്കുന്നു എന്നുള്ളതാണ്. ഈ FCRAയുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ ആ ബില്ല് പാർലമെൻറ്റ് പരിഗണനയ്ക്ക് വരുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിലവിലെ മൺസൂൺ സമ്മേളനത്തിൽ ലോക്സഭയിൽ FCRA ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. FCRA ഭേദഗതി ബിൽ അടുത്ത ദിവസങ്ങളിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകും. ക്രൈസ്തവ സഭകളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്തു നിന്നും വലിയ എതിർപ്പുയർന്ന വിഷയമാണ് FCRA നിയമ ഭേദഗതി. ഈ വിഷയത്തിൽ സർക്കാരിനെ എതിർത്ത് രംഗത്ത് വന്ന ക്രൈസ്തവ സംഘടനകൾ പാറ്റാ സമരത്തെ അനുകൂലിക്കുന്ന നിലപാടും സ്വീകരിച്ചിരുന്നു. 2026 മാർച്ച് 25 ലോക്സഭയിൽ അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തേക്കുള്ള വിദേശ ധനസഹായങ്ങളുടെ സ്വീകരണത്തിലും വിനിയോഗത്തിലും കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക എന്നതാണ് ബില്ലിന്റെ പ്രഖ്യാപിത ഉദ്ദേശ്യം. കണക്കുകൾ സുതാര്യമാക്കുക എന്ന ലക്ഷ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ക്രൈസ്തവ സഭകൾ കടുത്ത എതിർപ്പാണ് ഇതിനോട് ഉയർത്തുന്നത്. CBSEയുടെ ഭാഗത്തു നിന്നും പ്രതിനിധി സംഘം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ച് ഇക്കാര്യത്തിലെ ആശങ്ക അറിയിച്ചിരുന്നു. ജനം, ഡൽഹി.